Good afternoon. Good afternoon, ma'am. Good afternoon. Good afternoon. Good afternoon. Okay, ആരാ prayer എന്ന്? ഞാൻ ചൊല്ലാം മാം. Start ചെയ്തോളൂ കേട്ടോ. മാം ബാങ്ക് കൊടുക്കുന്നുണ്ട്. Okay. പ്രേയർ എന്താ ചെല്ലാത്ത? ഹലോ, ഓക്കെ മാം. നന്മരൂപിയായ ദൈവമേ നിനക്കു വന്ദനം. സ്നേഹരൂപിയായ ദൈവമേ നിനക്കു വന്ദനം. ബുദ്ധിയും വിശുദ്ധിയും സ്വഭാവശുദ്ധിയും മഹാശക്തിയും വിവേകവും തരണമീതയാനിതേ. നന്മരൂപിയായ ദൈവമേ നിനക്കു വന്ദനം. സ്നേഹരൂപിയായ ദൈവമേ നിനക്കു വന്ദനം. ഈ വിദ്യാലയം നിനക്ക് നിത്യവും വസിച്ചിടാൻ അത്രയും മനോജ്ഞമായി സ്വദേഹമായി സുഖിച്ചിടാൻ നന്മരൂപിയായ ദൈവമേ നിനക്ക് വന്ദനം. ഓക്കെ മാം. Okay. Sign in. Sign in ആരാ? സൈൻ ഇൻ ഞാൻ ചെയ്യാം. ഞാനൊരു ആക്ഷൻ സോങ് പാടാം. Okay. വീഡിയോ ഓണാക്കാതെ പാടാം. Video ഓണാക്കിയത് നല്ലതായിരുന്നു. നോക്കട്ടെ. പ്ലീസ് സൗണ്ട് കുറയ്ക്കത്. കണ്ടോ? Okay. ഞാൻ പ്രിപ്പയർ ഒന്നും ആയിരുന്നില്ല, അപ്പൊ പെട്ടെന്ന് സൈൻ ഇല്ല പറഞ്ഞപ്പോ ചെയ്തതാ. ഉണ്ണിമാവിന്റെ കണ്ണിമാങ്ങകൾ ഒന്നൊന്നായി ഞാൻ പൊട്ടിച്ചു. അമ്മ വന്നെന്റെ കുഞ്ഞു കൈകളിൽ ഒന്നൊന്നായി അടി പൊട്ടിച്ചു. ഉച്ചനേരത്ത് ഉച്ചത്തിൽ ഞാൻ പൊട്ടി പൊട്ടിക്കരഞ്ഞപ്പോൾ അച്ഛൻ വന്നെന്റെ കുഞ്ഞു കൈകളിൽ ഒത്തിരിയുമ്മ തന്നല്ലോ. കുഞ്ഞു പൂവല്ലേ കുഞ്ഞു കായല്ലേ ഉണ്ണിയല്ലേ പറിച്ചിടൂ. അത്ര ഓർമ്മയുള്ളൂ വേണം. താങ്ക് യു. നല്ല ഉണ്ടായിരുന്നു അല്ലേ? ഓക്കെ, നന്നായിരുന്നു കേട്ടോ. താങ്ക് യു. ഞാനാ തോട്ട്സ് ഞാൻ പറയാം മാം. യുവർ സക്സസ് വിൽ ബി determined by your own confidence and fortunate. ബരാക് ഒബാമ. ഓക്കെ, ഈ സെമിനാർ ആരായിരുന്നു സ്റ്റാർട്ട് ചെയ്യേണ്ടത്? തേർഡ് ഗ്രൂപ്പിന്റെ റേഡിയേഷൻ ആയിരുന്നു മാം. അത് ഇന്ദുലേഖ വന്നിട്ടുണ്ടോ? ഇത് കേറിയിട്ടുണ്ടോന്ന് എനിക്ക് എല്ലാരും വ്യൂ ആവുന്നില്ല മാം.
മാഡം ഇതിലേക്കാണ് ഇത് പ്രിപ്പയർ ചെയ്തിരുന്നത്. എന്ത് ഞാൻ ഓവറോൾ ആണ് പറയണമെന്ന് വിചാരിച്ചിരുന്നത്. എന്നാലും ആ കുട്ടി നോട്ട്സ് അയച്ചു തന്നിട്ടുണ്ട്. അത് ഞാൻ ജസ്റ്റ് പറയാം മാഡം. കാരണം ഓരോരുത്തർക്കും ഓരോ ടോപ്പിക് ആണല്ലോ കൊടുത്തിരുന്നത്. അപ്പോ സൗണ്ട് പൊല്യൂഷന്റെ കോൺസിക്വൻസസ് ആണ് പറയാൻ ഉദ്ദേശിച്ചിരുന്നത്. പക്ഷെ അത് അപ്പോ അഞ്ചു അതിലെല്ലാം ഉൾപ്പെടുത്തി പറഞ്ഞു. കോൺസിക്വൻസസ് സൗണ്ട് പൊല്യൂഷൻ പറഞ്ഞപ്പോ എല്ലാം പറഞ്ഞു. പിന്നെ അപ്പൊ ഞാൻ ഓവറോൾ പറയാമെന്ന് വിചാരിച്ചു. റേഡിയേഷൻ ആയിരുന്നു. അപ്പൊ ആ കുട്ടി ഇന്ദുലേഖ, Ma'am, അഞ്ജു, ഞാനുണ്ട്. രേഷ്മ. രേഷ്മ അവരെല്ലാവരും വന്നു. ബാക്കിയുള്ള എല്ലാവരും പ്രിപ്പയർ അല്ലേ? ഇതിലേക്ക് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാമല്ലോ. ചെയ്യാം മാം. അമ്പിളി പറയുന്നുണ്ടോ റേഡിയേഷൻ? ശ്രുതി പറയുകയാണെങ്കിൽ പറഞ്ഞോളൂ. ഞാന് കണ്ടിന്യൂഷൻ പറയാം. അതിന്റെ ഞാൻ കുറച്ച് എഴുതി വെച്ചിട്ടുണ്ട്. ഞാൻ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ. ഞാൻ നോക്കിയിട്ടില്ല മാം. ഞാനത് അവർ അയച്ചു തന്ന പോയിന്റ്സ് വെച്ചിട്ട് ഞാനതിൽ എക്സ്പ്ലെയിൻ ചെയ്യാം. Radiation pollution is caused by radioactivity substance which emit invisible radiation. നമ്മൾക്ക് കാണാൻ പറ്റാത്ത ഒരുതരം വിഷ്വലൈസ് ലൈറ്റ് എഫക്റ്റ് പോലത്തെ സാധനങ്ങൾ കൊണ്ട് വരുന്ന എഫക്റ്റ് ആണ് radiation pollution. Its causes of radiation pollution is two types: natural process and human activities. Human activities, it is classified into being ionizing or non-ionizing. By both types are harmful to human and other organisms. Nuclear power plants are one of the most active sources of radiation pollution. Nuclear power plants, nuclear weapon, transformation of nuclear waste. മാം ഇത് കുറച്ച് എക്സ്പ്ലെയിൻ ചെയ്യാം. എനിക്ക് ചെറിയൊരു സമയം വേണം, ഞാൻ നോക്കാത്തോണ്ട്. ഇത് വായിച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം മാം. ഫോൺ ഹാങ് ആയി നിൽക്കുകയാണ്. മേഡം, എന്നാ ഞാന് ഇതിന്റെ ഒരു സ്റ്റോറി പറയാം ഇതിനെ പറ്റിട്ട്. അപ്പോഴേക്കും എന്താ ശ്രുതി അത് നോക്കി കേട്ടോ. ഞാൻ ഈ റേഡിയേഷൻ പൊല്യൂഷനെ വിശദീകരിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു സ്റ്റോറി പറയാം. അത് ഞാൻ അതിങ്ങനെ നോക്കിയപ്പോ ഇതിനെ പറ്റിയിട്ടുള്ളത് നോക്കിയപ്പോ ഞാനത് കണ്ടതാണ്. അപ്പൊ അത് ഞാൻ നോട്ട് ചെയ്തതാണ്. 4 പേരെ മരണത്തിന് കൊല്ലുകയും 17 പേരെ കിടപ്പിലാക്കുകയും ചെയ്ത വളരെ നിഗൂഢമായ ഒരു അപകടം പതിയിരുന്ന USSRലെ അപ്പാർട്ട്മെന്റ് ആയിരുന്നു ക്രോമറ്റോർ യൂണിറ്റ് 85. 1980 മോസ്കോ ഒളിമ്പിക്സ് നടക്കുന്നതിന്റെ ഭാഗമായി ഒരു ഖനിയിൽ നിന്നും cesium 137 എന്ന അതിശക്തമായ റേഡിയോ ആക്റ്റീവ് പദാർത്ഥമടങ്ങിയ ഉപകരണം കൊണ്ട് അവിടെയുള്ള ഐസോടോപ്പുകളെ പരിശോധിക്കുന്നതിനിടയ്ക്ക് ഉപകരണം നഷ്ടമായി. 1981 ഇതേ കോറിയിൽ നിന്നും ഉള്ള വസ്തുക്കൾ ഉപയോഗിച്ചാണ് ക്രോമസ്റ്റോർ അപ്പാർട്ട്മെന്റ് നിർമ്മിക്കുന്നത്. ആ അപ്പാർട്ട്മെന്റിലെ കോൺക്രീറ്റുകൾക്കിടയിൽ റേഡിയോ ആക്റ്റീവ് cesium 137ന്റെ ക്യാപ്സൂളുകളും കിടക്കുകയായിരുന്നു. അത് വന്നെത്തിയതോ യൂണിറ്റ് 85 എന്നറിയപ്പെടുന്ന മുറിയുടെ കട്ടിലിൽ ചേർന്നു കിടക്കുന്ന ഭിത്തിയിലും. ഇവിടെ താമസിച്ചിരുന്ന പല കുടുംബങ്ങളും ലുക്കീമിയ എന്ന പോലുള്ള അസുഖങ്ങൾ ഇവർക്ക് പിന്നീട് വന്നു. ദേഹാസ്വസ്ഥ്യങ്ങൾ വന്നു. ഇത് ഉണ്ടാക്കുന്നതിന് മുന്നേ ഇതവിടെ കിടക്കാണ്. അപ്പൊ അത് അറിയാതെ ഈ കോൺട്രാക്ട് വർക്ക് പുരോഗമിച്ചപ്പോൾ അവിടെ ഉണ്ടായപ്പോ ഇതിൽ താമസിക്കുന്ന ആൾക്കാർക്ക് ഈ ക്യാപ്സൂൾ അവിടെ കിടക്കുന്നത് മൂലമാണ് ഈ അസുഖങ്ങളൊക്കെ വന്നിരുന്നത്. 1981 അധികൃതർ പരിശോധിക്കുമ്പോഴാണ് മനുഷ്യന് താങ്ങാവുന്നതിലും അധികം റേഡിയേഷൻ പുറത്തുവിടുന്ന ഒരു ക്യാപ്സൂൾ ഭിത്തിയിലുണ്ട് എന്ന് തിരിച്ചറിയുന്നത്. അപ്പോൾ ഇത് നമ്മുടെ ജൈവവിഷത്തെക്കാളും അപകടമായ ഒന്നാണ്. ഇത് റേഡിയോ ആക്റ്റീവ് വസ്തുക്കളെ, ആണവായുധ ഉപകരണങ്ങൾ, പരീക്ഷണ സ്ഫോടനങ്ങൾ, വൈദ്യുത നിലയങ്ങളുടെ പ്രവർത്തനം ഇവയെല്ലാം ഇതിൽ ഉൾപ്പെടുന്നു. മെഡിസിനുകൾ, ഇൻഡസ്ട്രി, റിസർച്ച് എന്നിവ, റേഡിയോ ഐസോട്ടോപ്പുകളുടെ ഉപയോഗം ഇവയെല്ലാം ഈ റേഡിയോ ആക്റ്റീവ് മലിനീകരണത്തിന്റെ പ്രധാന കാരണങ്ങളാണ്. ഇത് പരിസ്ഥിതി ഗുണനിലവാരത്തെ വളരെയധികം താഴ്ത്തുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്നു. ഇത് നമുക്ക് കാണാൻ പറ്റാത്തൊരിതാണെന്നുണ്ടെങ്കിൽ നമുക്കത് വളരെ ഒരു കില്ലറാണെന്ന് തന്നെ പറയാം. അത് ഇത്രയൊക്കെ ഞാനത് നോട്ട് ചെയ്ത് വെച്ചതാണ്. ശ്രുതി ബാക്കി കണ്ടിന്യൂ ചെയ്യും. മാം, റേഡിയേഷൻ പൊല്യൂഷൻസ് എന്ന് പറയുന്നതില്
ഞാനിതിലിപ്പോ സ്റ്റെപ്പ് ആയിട്ട് ഞാൻ അത് ഫുൾ ആയിട്ട് നോക്കിയിട്ടില്ല. അതുകൊണ്ട് എനിക്ക് അറിഞ്ഞ കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാം. പിന്നെ ഇതിന്റെ പോയിന്റ്സ് ഞങ്ങൾ വാട്സാപ്പിൽ ഷെയർ ചെയ്യാം മാം. ഓക്കെ. നമ്മളിപ്പോ ക്യാൻസർ പേഷ്യൻസിന് കൊടുക്കുന്നത് കേട്ടിട്ടുണ്ടോ, റേഡിയേഷൻ കൊടുക്കുന്നു എന്നുള്ളത്. ആ റേഡിയേഷൻ കൊടുക്കുന്ന സമയത്ത് അത് നമ്മൾക്ക് കാണാനോ ഒന്നും പറ്റില്ല. വെറും ലൈറ്റ് എഫക്റ്റ് ആയിരിക്കും. ആ ലൈറ്റ് എഫക്റ്റ് കൊണ്ട് ഇവരതിന്റെ ഉള്ളിലുള്ള ആ ക്യാൻസർ ടിഷ്യൂസിനെ മൊത്തം കിൽ ചെയ്യാണ്. ആ ലൈറ്റ് എഫക്റ്റ് നമ്മുടെ ശരീരത്തിൽ വേറെ എവിടെയെങ്കിലും എഫക്ട് ചെയ്താൽ അത് ഉണ്ടാക്കുന്ന സൈഡ് എഫക്ട്സ് എന്ന് പറയുന്നത് ചെറിയ ലെവൽ ആയിരിക്കില്ല, അത് ഒരുപാട് വലിയതായിരിക്കും. അതുകൊണ്ടാണ് മാക്സിമം റേഡിയേഷൻ കൊടുക്കുന്ന റൂമിലേക്കോ അങ്ങോട്ടേക്ക് ആരെയും കടത്തി വിടില്ല പെട്ടെന്ന്. അതേപോലെ റേഡിയേഷൻ കാണാൻ പറ്റാത്ത ഒരുതരം എനിമി ഓഫ് ദ ഹ്യൂമൻ എന്ന് പറയാം. നമുക്കത് കാണാൻ പറ്റില്ല, പക്ഷെ അതുകൊണ്ട് വരുന്ന എഫക്ട്സ് നമുക്ക് വന്നിട്ട് താങ്ങാനും പറ്റില്ല. സോഴ്സ് ഓഫ് പബ്ലിക് റേഡിയേഷൻ എക്സ്പോസ്, എവിടെ നിന്നൊക്കെയാണ് റേഡിയേഷൻ ഒന്ന് എക്സ്പോസ് ആവണമെന്നുള്ള ടോപ്പിക്സ് ഞാൻ പറയാം മാം, പോയിന്റ്സ് പറയാം. റേഡാൻ 59%, റോക്ക് ആൻഡ് സോയിൽ 7%, കൺസ്യൂമർ പ്രോഡക്ട്സ് 3%, മെഡിക്കൽ എക്സ്റേ, നമുക്ക് എക്സ്റേ എടുക്കുമ്പോഴും യൂസ് ചെയ്യുന്നത് ഒരുതരം റേഡിയേഷൻ തന്നെയാണ്, 10% എന്നാണ് അതിന് റിലീസ് ആവുന്നത്. പിന്നെ ന്യൂക്ലിയർ മെഡിസിൻസ്, കോസ്മിക്സ് 8%, ന്യൂക്ലിയർ പവർ 1%, അവർ ബോഡീസ് 97. ന്യൂക്ലിയർ പവർ പ്ലാന്റ്സ് ആർ ഹൈലി കോൺസെൻട്രേറ്റഡ് റേഡിയേഷൻ, സോ വർക്കേഴ്സ് മസ്റ്റ് വിയർ പ്രൊട്ടക്റ്റഡ് എക്യുപ്മെന്റ്സ്. മാം, അന്ന് ഞാൻ സൗണ്ട് പൊല്യൂഷനെ കുറിച്ച് പറഞ്ഞപ്പോൾ സെയിം എന്തിരൻ സിനിമയിൽ ഒരു ടോപ്പിക് സൗണ്ട് പൊല്യൂഷനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്ന് അത് പാർട്ട് 2 വരുന്ന എന്തിരൻ 2.0 അതില് ഈ റേഡിയേഷൻ വരുന്നുണ്ട്. അതായത് ആ സിനിമന്റെ സ്റ്റാർട്ടിങ് മുതൽ ഫോൺസ് ഒക്കെ യൂസ് ചെയ്യാൻ ഇതില്ലാത്ത ഒരു വ്യക്തിക്ക് ഈ ഫോൺ യൂസ് ചെയ്യുന്നത് ഇഷ്ടമല്ല. അവര് മരിച്ച ശേഷം അവരുടെ ആത്മാവ് അത് നെഗറ്റീവ് റേഡിയേഷനായി മാറും, നെഗറ്റീവ് വൈബായി മാറിയിട്ട് അത് പോയി സ്റ്റോർ ആവണത് മൊബൈൽ, നമ്മുടെ റേഡിയേഷൻസ് വരുന്നില്ലേ പുറത്ത് മൊബൈൽ ടവറിലാണ് അത് പോയി ഇതാവുക. അവിടെ നിന്ന് ഫോം ആവുന്ന ഒരുതരം എക്സ്പോസർ മൂലം ആ ഹ്യൂമന്റെ ആത്മാവ് ഒരുതരം മൊബൈൽസ് ഒക്കെ വലിച്ചെടുക്കും. ആ സീൻസ് കണ്ടവർക്ക് അത് നമുക്ക് പെട്ടെന്ന് പിക്ക് ചെയ്യാൻ പറ്റും, വലിച്ചെടുക്കും. എവിടെയൊക്കെ മൊബൈൽ റേഡിയേഷൻസ് ഉണ്ടോ അത് മൊബൈലിന് നമുക്ക് റിലീസ് ആവണില്ലേ, അത് വെച്ചിട്ട് മൊബൈൽസ് ഫുള്ളും ലാസ്റ്റ് അതിനെ ഫുൾ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇനിയൊരു യൂസ് ചെയ്യാണ്ടിരിക്കുന്ന ഒരു ടവർ എഫക്റ്റ് റേഡിയേഷൻ ഫുൾ ഇതില് നമ്മൾ ഇലക്ട്രിസിറ്റി ടവേഴ്സ് ഒക്കെ ഉണ്ടാവില്ലേ, ഹൈ വോൾട്ടേജ് ടവേഴ്സ്, അതിന്ന് വരുന്ന റേഡിയേഷൻ മാത്രമേ അതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുള്ളൂ, അതിനെ എഫക്ട് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് ലാസ്റ്റ് അത് വെച്ചിട്ടാണ് അവരതിനെ ക്ലോസ് ചെയ്യുന്നത്. എന്താ വെച്ചാൽ ആ റേഡിയേഷനെ അപ്പോസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനേക്കാളും 300%, ചെറിയ ലെവലിൽ 100% മോസ്റ്റ് വേണം എന്നാണ് അതിൽ പറയുന്നത്. ഇതിപ്പോ ഇത് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവുന്നവർക്ക് മനസ്സിലാവും, കണ്ടിട്ടുണ്ടെങ്കിൽ. എനിക്ക് പെട്ടെന്ന് ഇതിൽ എന്താ പറയണമെന്ന് അറിയുന്നില്ല, അതുകൊണ്ട് ഞാൻ എനിക്ക് ഓർമ്മ വന്ന കാര്യം പറഞ്ഞതാണ്. അതും ഒരുതരം റേഡിയേഷൻസ് ആണ്. പിന്നെ റേഡിയേഷൻ അമ്പിളി പറഞ്ഞതുപോലെ കാണാൻ പറ്റില്ല നമ്മളെ കൊണ്ട്, പക്ഷെ എഫക്റ്റ് ഒരുപാടാണ്. ഇനിയിപ്പോ നമ്മൾ കുറേത് ഉണ്ട്, നമ്മൾ ചെറിയ ചെറിയ കാര്യങ്ങളാണ് നമ്മൾ റേഡിയേഷൻ പൊല്യൂഷൻസ് നമ്മൾ ഫീൽ ചെയ്യുന്നുണ്ട്. മാം, ഇത്രയും ഇപ്പൊ ഞാൻ എനിക്ക് പറയാൻ അറിയുന്നുള്ളൂ. ഇനി കുറച്ചും കൂടി ഞങ്ങൾ വേണമെങ്കിൽ ഇതില് ടോപ്പിക്സ് എല്ലാവർക്കും ഷെയർ ചെയ്യാം. ആ കുട്ടി എഴുതിയത് ഷെയർ ചെയ്യാം. ഇത് ഫുള്ളായി നോക്കാൻ പറ്റാത്തതുകൊണ്ട് വന്ന ബുദ്ധിമുട്ടാണ് മാം, സോറി മാം. കുഴപ്പമില്ല. നിങ്ങളുടെ ടോപ്പിക് കഴിഞ്ഞല്ലേ? ഇതിന്റെ ക്വസ്റ്റ്യൻ ആൻഡ് ആൻസർ ഉണ്ട് മാം ലാസ്റ്റ്. മാഡം ഞാൻ 2 ക്വസ്റ്റ്യൻസ് ചോദിക്കാം, ബാക്കി ശ്രുതി ചോദിച്ചോളൂ കേട്ടോ, ഞങ്ങള് 2 ആളും മാത്രല്ലേ ഉള്ളൂ. അപ്പൊ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി ചോദിച്ചോളാം മാം ക്വസ്റ്റ്യൻസോ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻസ് ഫസ്റ്റ് ഗ്രൂപ്പിനോടാണ്. വാട്ട് ഈസ് സൗണ്ട് പൊല്യൂഷൻ? ഫസ്റ്റ് ഗ്രൂപ്പിലെ ആരെങ്കിലും പറഞ്ഞാൽ മതി. അമ്പിളി അങ്ങനെ വേണ്ട, ഉള്ളവര് പറയട്ടെ. ഇന്ന് കുറച്ചു പേരെ കേറിയിട്ടുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ ഓക്കെ, പറഞ്ഞോളൂ. പറയൂ. സൗണ്ട് പൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ശബ്ദ മലിനീകരണമാണ്. അതായത് സൗണ്ട് സ്രോതസ്സുകളിൽ നിന്ന് വരുന്ന അമിതമായ ശബ്ദം കാരണം നമ്മുടെ ചുറ്റുപാടുള്ളവർക്ക് അത് ഡിസ്റ്റർബ് ആകും. അങ്ങനെ ഒരു അവസ്ഥയാണ് സൗണ്ട് പൊല്യൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ,
അടുത്ത ക്വസ്റ്റ്യൻസ്, സൗണ്ട് പൊല്യൂഷൻ നമ്മുടെ ഹ്യൂമൻ ഹെൽത്തിനെ ഏതൊക്കെ തരത്തിലാണ് ബാധിക്കുന്നത്? സൗണ്ട് പൊല്യൂഷൻ വളരെയധികം നമ്മുടെ ഹ്യൂമൻ ഹെൽത്തിനെ ബാധിക്കുന്നുണ്ട്. കാരണം ചെറിയ കുട്ടികളടക്കം ഈ അടുത്ത ഒരു വർഷത്തിന് മുൻപ് നമ്മൾ ന്യൂസുകളിൽ കണ്ടിരുന്നു, ഒരു കുട്ടിക്ക് ഹാർട്ടുമായിട്ട് ബന്ധപ്പെട്ട് വലിയൊരു ഓപ്പറേഷൻ വേണ്ടി വന്നു. അടുത്ത വീട്ടിലെ കല്യാണത്തിൻ്റെ സൗണ്ട് മ്യൂസിക്കിൻ്റെ ഓവറായിട്ടുള്ളതും പിന്നെ ഈ പടക്കം അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ പൊട്ടിച്ചതിലാണ്. അത് പ്രസവിച്ച് അധിക ദിവസം ആവാത്ത കുഞ്ഞിനായിരുന്നു. അങ്ങനെ വലിയൊരു ഇഷ്യൂ നമ്മൾ വാർത്തകളിലൊക്കെ കണ്ടിരുന്നു. അതുപോലെ ചെറിയൊരു കുഞ്ഞു മുതൽ ഏറ്റവും പ്രായമായ ആളുകളിൽ വരെ ഈ സൗണ്ട് പൊല്യൂഷൻ, ശബ്ദ മലിനീകരണം എന്ന് പറഞ്ഞ പല രീതിയിലായിട്ട് നമ്മളത് ബാധിക്കുന്നുണ്ട്. Types of sound pollution. What are the types of sound pollution? Hello. ആരെങ്കിലും ഓക്കെ മാം, പറയാം. പറയൂ. Transportation noise, industrial noise, neighborhood noise, and natural noises included to sound pollution. Various effects of sound pollution on human health. എന്തൊക്കെയാണ് ഹ്യൂമൻ ഹെൽത്തിനെ ബാധിക്കുന്ന, നമുക്ക് എഫക്ട് ചെയ്യുന്ന സൗണ്ട് പൊല്യൂഷൻ കൊണ്ട് എഫക്ട് ചെയ്യുന്നത് എന്തൊക്കെയാണ്? Sound pollutions are also affected to our human body organs. മതി മംജന, റേഡിയേഷനെ കുറിച്ച് കറക്റ്റായി പ്രോപ്പർ ക്ലാസ് ഞങ്ങൾ കൊടുക്കാൻ പറ്റിയിട്ടില്ല. അന്ന് ക്വസ്റ്റ്യൻസ് ചോദിച്ചാലും പറയാനും ബുദ്ധിമുട്ടായിരിക്കും. ഞാൻ പറയാം. ലോസ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. പ്രഗ്നന്റ് ആയവർക്ക് നല്ലപോലെ അത് എഫക്റ്റ് ആകും. പിന്നെ ഇതൊക്കെയല്ലേ പറഞ്ഞത്, ഓരോ വ്യക്തികൾക്കും അത് നല്ലപോലെ ബാധിക്കും. ഹെഡ് ഏക്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൂടും. അതാണ്. പിന്നെ ഞാൻ റേഡിയേഷനെ കുറിച്ചുള്ള പോയിന്റ്സ് നമ്മുടെ ഗ്രൂപ്പിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. ഓക്കെ മാഡം, ഇത് ഈ ഒരു ടോപ്പിക് ഓവറോൾ പറയാം. എൻവയോൺമെന്റ് പൊല്യൂഷനിൽ പൊല്യൂഷൻ എന്ന ഒരു സെമിനാർ അവതരിപ്പിക്കാൻ അവസരം കിട്ടിയതിൽ ഞങ്ങൾക്ക് സൗണ്ട് പൊല്യൂഷനെ കുറിച്ചിട്ടാണ് ഞങ്ങൾ തേർഡ് ഗ്രൂപ്പിന് കിട്ടിയ ടോപ്പിക്. അതിൽ സൗണ്ട് പൊല്യൂഷനെ കുറിച്ച്, റേഡിയേഷൻ പൊല്യൂഷൻ എന്തെല്ലാമാണെന്നും അത് എങ്ങനെയൊക്കെയാണ് ഒരു മനുഷ്യ ജീവിതത്തെ ബാധിക്കുന്നത് എങ്ങനെയൊക്കെയാണ് എന്നും അതിനെക്കുറിച്ച്, അത് കോൺസിക്വൻസസ് ഓഫ് സൗണ്ട് പൊല്യൂഷൻ ആൻഡ് റേഡിയേഷൻ പൊല്യൂഷനെ കുറിച്ചും വിശദീകരിക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞു എന്ന് വിശ്വസിക്കുന്നു. അത് ഇങ്ങനെ ഒരു സെമിനാർ വെച്ചത് ഇത് എന്താണ് എന്ന് മനസ്സിലാക്കുന്നതിനും അത് ഇങ്ങനെ പങ്കെടുത്ത നിങ്ങളിലേക്ക് എത്തിക്കണം എന്ന ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് ഇങ്ങനെ ഒരു സെമിനാർ സംഘടിപ്പിച്ചത്. അത് ഈ ഒരു ചെറിയ ക്ലാസ്സിലൂടെ ഞങ്ങൾക്ക് എത്തിക്കാൻ കഴിഞ്ഞു എന്ന് വിശ്വസിക്കുന്നു. ഇത് ഇങ്ങനെ ഒരു സെമിനാർ സംഘടിപ്പിച്ച മൈൽഡ്രോസ് മാഡത്തിന് താങ്ക് യു പറയുന്നു. ഇതിൽ പങ്കെടുത്ത സ്റ്റുഡൻസിനും താങ്ക് യു. താങ്ക് യു മാഡം. ഓക്കെ, നെക്സ്റ്റ് ഗ്രൂപ്പ്. മാം, ഗുഡ് ആഫ്റ്റർനൂൺ മൈൽഡ്രോസ് മാം. നമ്മൾ അനുഭവിക്കുന്ന തണൽ നമ്മുടെ പൂർവികരുടേതാണ്. വരും തലമുറയ്ക്ക് തണൽ ഒരുക്കേണ്ടത് നമ്മുടെ കടമയും. ഇന്നത്തെ സെമിനാറിലേക്ക് നിങ്ങളെ എല്ലാം സ്വാഗതം ചെയ്യുന്നു. ചർച്ചകളും വിലപ്പെട്ട ഉൾക്കാഴ്ചകളും അവതരിപ്പിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഒരുമിച്ച് പഠിക്കാനും വളരാനുമുള്ള ഈ അവസരം നമുക്ക് പരമാവധി പ്രയോജനപ്പെടുത്താം. ഇവിടെ ഞങ്ങൾ 5 പേരാണ് ഈ സെമിനാർ അവതരിപ്പിക്കുന്നത്: സാബിറ, സൗഫ്യ, പ്രബിത, മൃദുല ആൻഡ് സരിത. പ്രകൃതി മനുഷ്യന് അമ്മയെ പോലെയാണ്. മനുഷ്യന് ആവശ്യമുള്ളതെല്ലാം പ്രകൃതി നൽകുന്നു. എന്നാൽ മനുഷ്യർ പ്രകൃതിക്ക് തിരിച്ചു കൊടുക്കുന്നത് എന്താണ്? ഇടിച്ചു നിരത്തപ്പെട്ട മലകളും നികത്തപ്പെട്ട വയലുകളും വെട്ടി നിരത്തപ്പെട്ട കാടുകളും വിഷാംശങ്ങൾ കലർത്തപ്പെട്ട മലിനമായ പുകകളും. ഇവയൊക്കെ നമുക്ക് നൽകുന്നത് വേദനകളുടെയും ദുരന്തങ്ങളുടെയും വേദനകളാണ്. പരിചരിച്ചു കൊണ്ടിരിക്കുന്ന നമ്മുടെ പ്രകൃതി ഇന്ന് പ്രതികാര താണ്ഡവമാടുകയാണ്. അതിന് ഉദാഹരണമാണ് ഉരുൾപൊട്ടലും പേമാരിയും പ്രളയവും ചുഴലിക്കാറ്റും ഭൂകമ്പവും. ഈ ദുരന്തങ്ങൾ മനുഷ്യ ജീവിതത്തിൽ, പരിസ്ഥിതിയിൽ, സമ്പദ് വ്യവസ്ഥയിൽ വലിയ നാശം വരുത്തുന്നു. 2023-2025 കാലയളവിൽ കേരളം ഉൾപ്പെടെ വിവിധ പ്രദേശങ്ങൾ വിവിധ പ്രകൃതി ദുരന്തങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചു.
കുട്ടിക്കാലം മുതൽ സുപരിചിതമായിരുന്ന കുറ്റിപ്പുറം കടവിന് മുകളിലൂടെ പാലം വന്നപ്പോൾ ആ പാലത്തിന് മുകളിലൂടെ നടന്ന് പുഴ കടന്നപ്പോൾ കവിക്കുണ്ടായ സന്തോഷവും എന്നാൽ അതുമൂലം നശിച്ചുകൊണ്ടിരിക്കുന്ന പുഴയുടെ ശോചനീയമായ അവസ്ഥയെക്കുറിച്ച് ഒരുപോലെ പറഞ്ഞ ഇടശ്ശേരി ഗോവിന്ദൻ നായരുടെ കുറ്റിപ്പുറം പാലം എന്ന കവിതയുടെ 4 വരികൾ പാടിക്കൊണ്ട് ഞങ്ങൾ ഇവിടെ തുടങ്ങുന്നു. 23 ലക്ഷമിപ്പോൾ ചിലവാക്കി നിർമ്മിച്ച പാലത്തിങ്കൽ അഭിമാനപൂർവം ഞാനേറി നിൽപ്പൂ അടിയിലെ ശോഷിച്ച പേരാർ നോക്കി അമ്പത്തേരാറെ നീ മാറിപ്പോയോ ആകുലമാമൊരഴുക്കുചാലായി. നെക്സ്റ്റ് ഇൻട്രൊഡക്ഷൻ ആണ് മൃദുല. Environment is no one property to destroy. It's our responsibility to protect. In this seminar, we are going to discuss about Central and State Pollution Control Board and the major global environmental threats. In the previous classes, we have discussed about various types of pollution and human interaction within the resources. Air, water, and soil are the 3 fundamental components on Earth. Also, these are the major natural resources that support all living organisms. Air provides the oxygen needed for respiration. Water is vital for all living things, while soil provides nutrients. Primary causes of environmental pollution is human activity. ചുരുക്കി പറയുകയാണെങ്കിൽ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള പരിസ്ഥിതി മലിനീകരണത്തിന് പ്രതിവിധി ഉണ്ടാക്കിയാൽ ഇറങ്ങി തിരിച്ചിരിക്കുകയാണ് ഇന്ന് നമ്മൾ. സ്വന്തം ഭക്ഷണത്തിൽ പോലും വിഷം ചേർത്ത് കഴിക്കുന്നവരാണ് ഇത്ര മനുഷ്യർ. ഇത് ഞാൻ പറഞ്ഞതല്ല, സന്തോഷ് ജോർജ് കുളങ്ങര പറഞ്ഞതാണ്. ഒരു മീൻ പിടിക്കാൻ ചൂണ്ടയിടുന്ന സമയത്തിൽ ഒരു സ്പൂൺ നഞ്ച് കലർത്തി ഒരു കൂട്ടം മീനുകളെ പിടിച്ച് ആ പുഴയെ മൊത്തം മലിനമാക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. മനുഷ്യന് ബുദ്ധി നൽകിയ പ്രകൃതിക്ക് തന്നെ തിരിച്ചൊരു പണി. നമ്മുടെ ഗ്രഹത്തിന്റെ സന്തുലിത ഘടനയെ നിയന്ത്രിക്കാൻ മണ്ണ്, മരം, വായു, ജലം തുടങ്ങിയ ഘടകങ്ങളുടെ സംരക്ഷണത്തിനു വേണ്ടി കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും നിയമങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിലുപരിയായി 1950 തന്നെ ലോകമെമ്പാടും പരിസ്ഥിതി പഠനം നിർബന്ധമാക്കുകയും പരിസ്ഥിതി പഠനത്തിന് ബിരുദം സ്ഥാപിക്കുകയും ചെയ്തു. ഇതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഈ പാഠം ഇവിടെ പഠിക്കുന്നതും ഈ സെമിനാർ ഇവിടെ കണ്ടക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതും. 1961 കേരളത്തിലെ വനസംരക്ഷണത്തിനും ആനകളുടെ സുരക്ഷിതത്വത്തിനും വേണ്ടി നിയമം വരികയും തുടർന്ന് ഇന്ത്യയിലേക്ക് അത് വ്യാപിക്കപ്പെടുകയും ചെയ്തു. ഈ നിയമങ്ങൾ നിലവിൽ വന്നതിന് ശേഷമാണ് ഭാരതത്തിൽ പരിസ്ഥിതി സംരക്ഷണ സമരങ്ങൾ നടന്നിട്ടുള്ളത്. നർമ്മദ ബച്ചാവോ ആന്തോളനും ജംഗൽ ബച്ചാവോ ആന്തോളനും ചിക്കോ മൂവ്മെന്റും വയനാട്ടിൽ 2003 നടന്നിട്ടുള്ള മുത്തങ്ങ സമരവും ഒക്കെ ഇതിനുള്ള ഉദാഹരണങ്ങളാണ്. എന്തിനു പറയണം, വ്യവസായശാലകളിലെ മാലിന്യങ്ങൾ കേരളത്തിലെ കിണറുകളിൽ പൊന്തിക്കിടക്കുകയാണ്. നമ്മൾ മുൻ സെമിനാറുകൾ പറഞ്ഞ 3R റൂളിനെ കുറിച്ച് എല്ലാവരെയും ഒരിക്കൽ കൂടി ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. ഇതിനെക്കുറിച്ച് എടുത്തു പറയാനുള്ളത് 3R എന്നത് ഒരു ഇൻഡിവിജ്വൽ കോൺട്രിബ്യൂഷൻ മാത്രമാണ്. അതൊരു ഗവൺമെന്റ് 3R അല്ല, മറിച്ച് ഒരു വ്യക്തി 3R ഫോളോ ചെയ്യുമ്പോഴാണ് അത് ഒരു സമൂഹത്തിന്റെ 3R ആയി മാറുന്നത്. ഒരു ചെറിയ സ്റ്റെപ്പിൽ നിന്ന് 1000 വഴികൾ ഉണ്ടാവുന്ന പോലെയാണ് ഒരു വ്യക്തിയിൽ നിന്ന് ഒരു നല്ല ജനത ഉണ്ടാവുന്നത് എന്ന് ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ സെമിനാറിന്റെ ടോപ്പിക് ഡിസ്കഷൻ ചെയ്യാൻ വേണ്ടി ഞാൻ സാബരിയെ ഇൻവൈറ്റ് ചെയ്യുന്നു. ഞാനിവിടെ പറയാൻ പോകുന്നത് 3 ആക്ടുകളെ കുറിച്ചിട്ടാണ്. ദ വാട്ടർ ആക്ട് 1974. 1974 ജലമലിനീകരണം തടയുകയും നിയന്ത്രിക്കലും എന്ന നിയമമാണ് ജലത്തിന്റെ ഗുണനിലവാരം നിലനിർത്തുന്നതിന്റെ ആവശ്യകത കൂടിയാണ്. ഈ നിയമം ജലമലിനീകരണം തടയാൻ കേന്ദ്ര സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡുകൾ രൂപീകരിക്കാനുമുള്ള വ്യവസ്ഥയാണ് ദ വാട്ടർ ആക്ട്. ജലമലിനീകരണം തടയുക, നിയന്ത്രിക്കുക, ജലത്തിന്റെ ഗുണനിലവാരം വീണ്ടെടുക്കുക, സംരക്ഷിക്കുക എന്നിവയാണ് ഇതിന്റെ പ്രധാനമായ ലക്ഷ്യം. കേന്ദ്ര സംസ്ഥാന സ്ഥാപനങ്ങൾക്ക് ജലമലിനീകരണം നിയന്ത്രിക്കാനുള്ള അധികാരം എന്നതാണ് ഈ ആക്ട്. അസം, ബീഹാർ, ഗുജറാത്ത്, ഹരിയാന, ഹിമാചൽ പ്രദേശ്, കർണാടക, കേരളം, മധ്യപ്രദേശ്, രാജസ്ഥാൻ, ത്രിപുര, പശ്ചിമ ബംഗാൾ എന്നീ സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലും ഈ നിയമം ബാധകമാണ്. അക്കോർഡിംഗ് ടു ദ പീപ്പിൾസ് അച്ചീവ് ഓഫ് ദ റൂറൽ ഇന്ത്യ and according to the people's achieve of rural India, ജലത്തിന്റെ ഭൗതിക, രാസിക, ജൈവിക ഗുണങ്ങളിൽ വരുന്ന മാറ്റങ്ങൾ, വ്യാവസായിക മാലിന്യങ്ങൾ, പുറന്തള്ളലുകൾ എന്നിവയെല്ലാം മലിനീകരണത്തിന് കാരണമാവുന്നു. അക്കോർഡിംഗ് ടു ദ പീപ്പിൾസ് അച്ചീവ് ഓഫ് ദ റൂറൽ ഇന്ത്യ, നിയമ ലംഘനങ്ങൾക്കുള്ള പിഴകളും നിയമത്തിൽ വ്യവസ്ഥ ചെയ്തിട്ടുണ്ട്. അക്കോർഡിംഗ് ടു ദ പീപ്പിൾസ് അച്ചീവ് ഓഫ് ദി റൂറൽ ഇന്ത്യ ഇൻ എല്ലാ ജലവുമായി ബന്ധപ്പെട്ട എല്ലാ നിയമങ്ങളും ഇതിൽ ബാധകമാണ്.
അടുത്ത ഒരു ആക്ട് ആണ് ദ എയർ ആക്ട്, പ്രിവെൻഷൻ ഓഫ് ദ കൺട്രോൾ ഓഫ് പൊല്യൂഷൻ ആക്ട് 1981. 1981 വായു മലിനീകരണ നിയന്ത്രണവും പ്രതിരോധവും, ചുരുക്കത്തിൽ വായു നിയമം, ഇന്ത്യയിൽ വായു മലിനീകരണത്തിന്റെ ദോഷകരമായ ഫലങ്ങൾ തടയുന്നതിനും നിയന്ത്രിക്കുന്നതിനുമായി ഇന്ത്യൻ പാർലമെന്റ് പാസാക്കിയ ഒരു നിയമമായിരുന്നു. വായു മലിനീകരണത്തിന്റെ ചെറുക്കുന്നതിന് ഇന്ത്യൻ ഗവൺമെന്റ് സ്വീകരിച്ച ആദ്യത്തെ മൂർത്തമായ നടപടിയായി ഈ നിയമത്തെ കണക്കാക്കപ്പെടുന്നു. 1981 ഈ ആക്ട് വായു മലിനീകരണവും ഗർഭധാരണത്തിലെ അതിന്റെ ഫലങ്ങൾ സംബന്ധിച്ച ഒരു പഠനം, വായു മലിനീകരണത്തിലെ അതിന്റെ ഫലങ്ങളെ സംബന്ധിച്ചുള്ള ഒരു പഠനവും നടത്തി. 2021 ജനുവരിയിലെ ലാൻസെറ്റ് ജേണലിന്റെ പ്രസിദ്ധീകരിച്ചിരുന്നു. ഇന്ത്യയിലെ വായു മലിനീകരണം ഇന്ത്യയിലും ദക്ഷിണേന്ത്യയിലും മറ്റു ചില രാജ്യങ്ങളിലും സാധ്യതകളെ ചർച്ച ചെയ്യപ്പെട്ടിരുന്നു. ലോകത്തിലെ ഏറ്റവും മലിനമായ 10 നഗരങ്ങളുടെ പട്ടികയിൽ ഇന്ത്യയിലെ നഗരങ്ങളായ ഡൽഹി, കൊൽക്കത്ത, മുംബൈ എന്നിവ ഇടം നേടിയിട്ടുണ്ട്. എന്നിവ ലോകവായു ഗുണനിലവാര റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. ദൈനംദിന സമകാലിക സംഭവങ്ങൾ കാണുന്ന പ്രശ്നങ്ങൾ 1981 വായു മലിനീകരണ നിയമത്തിൽ അധിഷ്ഠിതമാണ്. പരിസ്ഥിതി, മനുഷ്യരെ, സസ്യങ്ങൾ, മൃഗങ്ങൾ എന്നിവയ്ക്ക് ദോഷം വരികയും നശിപ്പിക്കുകയോ സ്വത്തിന് പോലും നാശനഷ്ടം വരുത്തുകയും ഉള്ള ഖരവാതക വസ്തുക്കൾ വായു മലിനീകരണത്തിൽ ഉൾപ്പെടുന്നു. ഈ പട്ടികയിൽ ശബ്ദം കൂടി ചേർക്കപ്പെട്ടിട്ടുണ്ട്. 1987 നിയമ ഭേദഗതി വരുത്തിയതിൽ പറഞ്ഞിരിക്കുന്നു, വായു ശ്വസിക്കാൻ കഴിയാത്ത വിധം അപകടകരമായ ഏതെങ്കിലും മലിനീകരണത്തിൽ സാന്നിധ്യമാണ് വായു മലിനീകരണം. ഇതിന്റെ മുഴുവൻ അധികാരവും കേന്ദ്ര മലിനീകരണ നിയന്ത്രണ ബോർഡിന് രൂപീകരിച്ച് ഇന്ത്യയിലെ ഓരോ സംസ്ഥാനങ്ങളിലും മലിനീകരണ നിയന്ത്രണ ബോർഡ് രൂപീകരിച്ച് പ്രവർത്തനങ്ങൾ ചെയ്യുന്നു. അടുത്തൊരു ആക്ടാണ് ദ മോട്ടോർ ആക്ട് 1988. എല്ലാ റോഡ് വാഹന നിയന്ത്രിക്കുന്നതിനും എല്ലാ വാഹന ഉടമകളും പാലിക്കേണ്ട ശരിയായ നിയമങ്ങളും ചട്ടങ്ങളും സൃഷ്ടിക്കുന്നതിനും വേണ്ടിയാണ് 1988 മോട്ടോർ വാഹന നിയമം നടപ്പിലാക്കി വന്നത്. ഈ നിയമം പ്രാബല്യത്തിൽ വന്നത് ജൂലൈ 1, 1989 ഇന്ത്യൻ സംസ്ഥാനങ്ങളിലെയും ഗതാഗത മന്ത്രിമാരുമായി കൂടിയാലോചിക്കപ്പെട്ടാണ് ഈ നിയമം വന്നത്. 1939 മോട്ടോർ വാഹന നിയമം കാലഹരണപ്പെട്ടതാണ്. അതിനെ അതിജീവിച്ചുകൊണ്ടാണ് 1988 ദ മോട്ടോർ ആക്ട് നടപ്പിലാക്കപ്പെട്ടത്. ഇതിന്റെ പ്രധാനമായ ലക്ഷ്യം വാഹന സാങ്കേതിക വിദ്യയുടെ നിരന്തരമായ പുരോഗതിയും വാഹനങ്ങളുടെ ആവശ്യകതയും വർധനയും കണക്കിലെടുത്താണ് ഈ നിയമം സൃഷ്ടിക്കപ്പെട്ടത്. മോട്ടോർ വാഹന നിയമത്തിന്റെ പ്രധാന അടിസ്ഥാനപരമായ ഒരു അവലോകനം: റോഡിൽ വാഹനം ഓടിക്കുന്ന ഓരോ ഡ്രൈവർക്കും സാധുതയുള്ള ലൈസൻസ് ഉണ്ടായിരിക്കണം. 2, ഓരോ വാഹന ഉടമയും വാഹനം രജിസ്റ്റർ ചെയ്യണം, സാധാരണയായി 15 വർഷ കാലയളവിൽ. 3, ഓരോ വാഹന ഉടമയും അവരുടെ വാഹനത്തിന് ഇൻഷുറൻസ് ഉണ്ടായിരിക്കണം. ദ മോട്ടോർ ആക്ടിലെ പ്രധാന സെക്ഷനുകളെ കുറിച്ച് പറയുന്നു. സെക്ഷൻ 3, ഇന്ത്യൻ റോഡുകളിൽ നിങ്ങൾക്ക് വാഹനം ഓടിക്കാൻ ലൈസൻസ് നിർബന്ധമാണ്. ഇത് കാർ, ബൈക്ക്, റിക്ഷ, ഹെവി വാഹനങ്ങൾ എല്ലാം ഉൾപ്പെടെ. സെക്ഷൻ 4, 18 വയസ്സിന് മുകളിലുള്ളവർക്ക് മാത്രമേ സ്ഥിര ലൈസൻസ് നൽകുകയുള്ളൂ. സെക്ഷൻ 39, നിങ്ങൾക്ക് സ്വന്തമായി വാഹനം ഉണ്ടെങ്കിൽ നിയമപ്രകാരം അത് രജിസ്റ്റർ ബാധകമാണ്. സെക്ഷൻ 112, റോഡ് ഗതാഗത മന്ത്രാലയം നിർദ്ദേശിച്ച വേഗത പാലിക്കൽ പരിധിയിൽ കവിഞ്ഞാൽ പിഴ ഈടാക്കൽ. സെക്ഷൻ 140, തേർഡ് പാർട്ടിക്കോ അവരുടെ വാഹനത്തിനോ വസ്തുവിനോ കേടുപാടുകൾ സംഭവിച്ചാൽ വാഹനത്തിൽ ഉണ്ടായിരുന്ന ഡ്രൈവർക്ക് അതിന്റെ നഷ്ടപരിഹാരം നൽകേണ്ടി വരും. മരണം, അപകടം എന്നിവയിലും മരണം 50,000, സ്ഥിര വൈകല്യം 25,000. സെക്ഷൻ 185, മദ്യത്തിന്റെയോ മയക്കുമരുന്നിന്റെയോ സ്വാധീനത്തിൽ വാഹനം ഓടിച്ചാൽ പിഴ ഈടാക്കൽ, ശിക്ഷ നൽകൽ. മാറിക്കൊണ്ടിരിക്കുന്ന കാലത്തിൽ പ്രവണതകൾക്കനുസരിച്ച് 2019 മോട്ടോർ വാഹന ഭേദഗതി പാർലമെന്റിൽ അവതരിപ്പിച്ചിരുന്നു. ആ ഭേദഗതിയിലെ കുറച്ച് ഭാഗങ്ങൾ: ലൈസൻസ്, വാഹന രജിസ്ട്രേഷൻ അപേക്ഷിക്കൽ, ആധാർ നിർബന്ധം, ഹിറ്റ് ആൻഡ് റൺ, ഇരയുടെ കുടുംബത്തിന് നഷ്ടപരിഹാരം സർക്കാർ 2 ലക്ഷമായി പ്രഖ്യാപിച്ചത്.
പ്രായപൂർത്തിയാക്കാത്തവർക്ക് വാഹനം ഓടിച്ചാൽ മാതാപിതാക്കൾക്ക് മറുപടി ബാധ്യസ്ഥരാണ്. മദ്യപിച്ച് ഡ്രൈവിംഗ് 10,000 രൂപ പിഴ. അപകടകരമായ സാഹചര്യം സൃഷ്ടിച്ചാൽ ലയബിലിറ്റി ലിമിറ്റ്. 1988 മോട്ടോർ വാഹന ആക്ട് ഇന്ത്യൻ റോഡ് ഗതാഗതത്തിന്റെ സമഗ്രമായ നിയമമാണ്. ഇപ്പോൾ നിരന്തരം മാറിക്കൊണ്ടിരിക്കുന്ന ഈ മോട്ടോർ വാഹന നിയമത്തിൽ പുതിയ ഭേദഗതികൾ വന്നിട്ടുണ്ട്. ലൈസൻസ് ഇല്ലാതെ വാഹനം ഓടിച്ചാൽ 5,000 രൂപ പിഴയും മറ്റു നടപടികളും. മയക്കുമരുന്നുകൾ സ്വാധീനത്താൽ വാഹനം ഓടിച്ചാൽ 10,000 രൂപ പിഴയും 6 മാസ കഠിന തടവും ആവർത്തിച്ചാൽ 15,000 രൂപയും 2 വർഷ തടവുമായിരിക്കുന്നു. സീറ്റ് ബെൽറ്റ് ഇല്ലാതെ വാഹനം ഓടിച്ചാൽ 1,000 രൂപ പിഴയും ഫോണിൽ സംസാരിച്ചാൽ 5,000 രൂപ പിഴയും ഹെൽമറ്റ് ഇല്ലാതെ ഡ്രൈവ് ചെയ്താൽ 500 രൂപ പിഴയുമായിരിക്കുന്നു. റോഡ് സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിനും അച്ചടക്കം ഉറപ്പാക്കുന്നതിനും ഇന്ത്യൻ ട്രാഫിക് ആക്ട് നിരവധി പരിഷ്കരണങ്ങൾക്ക് വിധേയമാകുന്നു. AI ക്യാമറകൾ മുതൽ നൂതനമായ എല്ലാ സാങ്കേതിക വിദ്യകളും ഇന്ന് നമ്മുടെ ഇന്ത്യയിലും നടപ്പിലായി വരുന്നു. താങ്ക് യു മാം. അടുത്തതായി അടുത്ത ടോപ്പിക് പറയുന്നതിനായി പ്രഭിതയെ വിളിക്കുന്നു. Good afternoon, ma'am. Good afternoon, my dear friends. Major global environmental threats. The world is facing numerous environmental threats that pose significant risk to human health, ecosystem, and the planet as a whole. These threats are complex, interconnected, and require immediate attention and action. First one, depletion of ozone layer. The depletion of the ozone layer poses significant risk to human health, including increased risk of skin cancer. Ozone layer depletion refers to the thinning of the ozone layer in the Earth's stratosphere, primarily due to human-produced chemicals like chlorofluorocarbons. These chemicals, once released into the atmosphere, rise to the stratosphere and break down ozone molecules, reducing the overall ozone concentration. അന്തരീക്ഷത്തിലെ ഓസോൺ പാളിയുടെ കനം കുറയുന്നതിനെയാണ് ഓസോൺ പാളിയുടെ ശോഷണം എന്ന് പറയുന്നത്. അന്തരീക്ഷത്തിലെ ക്ലോറിൻ, ബ്രോമിൻ ആറ്റങ്ങൾ ഓസോണുമായി സമ്പർക്കം പുലർത്തുകയും ഓസോൺ തന്മാത്രകളെ നശിപ്പിക്കുകയും ചെയ്യുമ്പോഴാണ് ഇത് സംഭവിക്കുന്നത്. ഓസോൺ ശോഷണ പ്രക്രിയ ആരംഭിക്കുന്നത് മനുഷ്യന്റെ പ്രവർത്തനങ്ങളിലൂടെയും പ്രകൃതിദത്ത പ്രക്രിയകളുടെയും ഹാലോജൻ ഉറവിട വാതകങ്ങൾ പുറന്തള്ളുന്നതിലൂടെയുമാണ്. Next one is greenhouse effect and global warming. Greenhouse effect is a natural process where certain gases in the atmosphere trap heat from the sun, warming the planet and making it habitable. These gases, known as greenhouse gases, include water, vapor, carbon dioxide, methane, nitrous oxide, and ozone. Without this effect, Earth would be too cold for life as we know it. Present day climate change includes both global warming, the ongoing increases in global average temperature, and its wider effects on Earth's climate system. ഭൂമിയിൽ പതിക്കുന്ന സൂര്യകിരണങ്ങൾ പ്രതിഫലിച്ച് അന്തരീക്ഷത്തിലേക്ക് ദീർഘതരംഗങ്ങളായി തീരുമ്പം ഈ തരംഗങ്ങളിലെ ചൂട് ആഗിരണം ചെയ്ത് അന്തരീക്ഷത്തിലെ ചില വാതകങ്ങൾ ഭൂമിയിലെ ചൂട് വർദ്ധിക്കുന്നതിന് കാരണമാകുന്നു. ഇതാണ് ഹരിതഗൃഹ പ്രതിഭാസം എന്ന് പറയുന്നത്. കാലാവസ്ഥയിൽ ഉണ്ടാകുന്ന കാര്യമായതും പതിറ്റാണ്ടുകളോ ദശലക്ഷക്കണക്കിന് വർഷങ്ങൾ നീണ്ടു നിൽക്കുന്നതുമായ മാറ്റത്തെയാണ് കാലാവസ്ഥ വ്യതിയാനം എന്ന് പറയുന്നത്. Third one is deforestation, soil erosion, and drought. These interconnected issues threaten biodiversity, food security, and human livelihoods. Deforestation is the cleaning, destruction, or removal of forest for the other uses. This can involve the internal removal of trees for agriculture, logging, or urban development, or it can result from natural events like wildfire. കാടും മരങ്ങളും വെട്ടി അവയെ കൃഷിയിടങ്ങളാക്കിയും കന്നുകാലി മേയ്ക്കൽ, നഗരവൽക്കരണം തുടങ്ങിയ വനേതര ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്ന പ്രക്രിയയാണ് ഡീഫോറസ്റ്റേഷൻ അഥവാ വനനശീകരണം എന്ന് പറയുന്നത്. സോയിൽ ഇറോഷൻ, മണ്ണൊലിപ്പ്, is the process where top soil, the most fertile layer, is detached
and transported away from its original location by natural forces like water and wind. It's a form of soil degradation. വെള്ളത്തിന്റെയോ കാറ്റിന്റെയോ ആഘാതത്തിൽ മണ്ണിന്റെ കണികകൾ വേർപെട്ട് നീക്കം ചെയ്യുകയും മണ്ണ് മോശമാവുകയും ചെയ്യുമ്പോൾ സംഭവിക്കുന്ന ഒരു ക്രമാനുഗതമായ പ്രക്രിയയാണ് മണ്ണൊലിപ്പ്. നെക്സ്റ്റ്, ഡ്രോട്ട് വരൾച്ച. ഇറ്റ്സ് എ prolonged dry period in the natural climate cycle that can occur anywhere in the world. It is typically a slow onset phenomenon caused by a lack of rainfall. It has a major impact on food security, health and population, displacement and migration. മഴയുടെ അഭാവം മൂലം ജലക്ഷാമം ഉണ്ടാകുന്ന ഒരു ദുരന്തമാണിത്. ആരോഗ്യം, കൃഷി, സമ്പദ് വ്യവസ്ഥ, ഊർജം, പരിസ്ഥിതി എന്നിവയിൽ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുന്നു. പൊല്യൂഷൻ ഓഫ് എയർ, വാട്ടർ, ലാൻഡ് ആൻഡ് സൗണ്ട്. Pollution poses significant risk to human health and including respiratory problems, cancer and neurological damage. Air pollution is contamination of the indoor or outdoor environment by any chemical, physical or biological agent that modifies the natural characteristics of the atmosphere. Water pollution is the contamination of water bodies with a negative impact on their users. It is usually a result of human activities. Then land pollution is largely the result of unsustainable agricultural practices, the improper disposal of waste. Then sound pollution is the propagation of noise or sound with potential harmful effects on numerous and humans and animals. അന്തരീക്ഷത്തിന്റെ സ്വഭാവ സവിശേഷതകളിൽ മാറ്റം വരുത്തുന്ന ഏതെങ്കിലും ഭൗതിക അല്ലെങ്കിൽ ജൈവ ഏജന്റുകൾ പരിസ്ഥിതിയെ മലിനമാക്കുന്നതാണ് വായു മലിനീകരണം. മോട്ടോർ വാഹനങ്ങള്, വ്യാവസായിക സൗകര്യങ്ങള്, കാട്ടുതീ ഇവയൊക്കെ ഇതിന്റെ ഉറവിടങ്ങളാണ്. പിന്നെ ജലം മലിനമാകുന്നത് കുളം, തടാകം, നദി എന്നീ ജലാശയങ്ങളും ഇതിലൂടെ ഉണ്ടാകുന്ന പരിസ്ഥിതി മലിനീകരണമാണിത്. മാലിന്യങ്ങൾ ജലാശയത്തിലേക്ക് കലരുമ്പോഴാണ് ജലമലിനീകരണം ഉണ്ടാകുന്നത്. രാസവസ്തുക്കളുടെ സാന്നിധ്യം മൂലം മണ്ണ് മലിനമാകുന്നു. മനുഷ്യന്റെയോ വാഹനങ്ങളുടെയോ മൃഗത്തിന്റെയോ യന്ത്രങ്ങളുടെയോ പ്രവർത്തനങ്ങളാൽ മനുഷ്യന്റെയോ മറ്റ് ജീവികളുടെയോ ജീവിതത്തെ താളം തെറ്റിക്കുന്ന അമിതമായ ശബ്ദം കൊണ്ട് ശബ്ദ മലിനീകരണം ഉണ്ടാകുന്നു. നെക്സ്റ്റ് പോയിന്റ് ഈസ് ആസിഡ് റെയിൻ. Acid rain can harm ecosystems, infrastructure, and human health. Acid rain has elevated levels of hydrogen ions. Most water, including drinking water, has a neutral pH that exists between 6.5 and 8.5. But rain has a pH level lower than this and ranges from 4 to 5 on average. ആസിഡ് മലിനീകരണത്തിന്റെ ഫലമായി അന്തരീക്ഷത്തിൽ ഉണ്ടാകുന്ന സൾഫ്യൂറിക് അമ്ലം, നൈട്രിക് അമ്ലം എന്നിവ മഴവെള്ളത്തിൽ കലർന്ന് ഭൂമിയിൽ പതിക്കുന്നതിനെയാണ് ആസിഡ് റെയിൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ്, 6th പോയിന്റ് ഈസ് ടോക്സിക് വേസ്റ്റ് ഡിസ്പോസൽ. Improper disposal of toxic waste poses significant risk to human health and the environment. Toxic waste disposal involve various methods depending on the types of waste with the goal of minimizing environmental and health risks. These methods include specialized landfilling, incineration, chemical treatment, and recycling or reuse after appropriate treatment. Common toxic waste disposal method ആണ് ഇതൊക്കെ. വിഷമാലിന്യ നിർമ്മാർജ്ജനം എന്ന് പറയും. വിവിധതരം വിഷമാലിന്യങ്ങളുണ്ട്. അവയെ ശരിയായ രീതിയിൽ കൈകാര്യം ചെയ്യുകയും സംസ്കരിക്കുകയും വേണം. ഇതിൽ ഖരദ്രാവക വാതക രൂപത്തിലുള്ള മാലിന്യങ്ങളൊക്കെ വരാം. ഇത് പരിസ്ഥിതിക്ക് ദോഷകരമാണ്. വിഷമാലിന്യങ്ങളെ കൈകാര്യം ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധയും സുരക്ഷിതത്വവും ആവശ്യമാണ്. മിസ് എന്തെങ്കിലും ഡൗട്ട്?
ഡൗട്ട് ഉണ്ടാവും. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം, മനസ്സിലായില്ലെങ്കിൽ ഒന്നുകൂടി അവര് പറഞ്ഞു തരും. ആർക്കെങ്കിലും ക്ലാസ് എടുത്തത് മനസ്സിലാവാണ്ടുണ്ടോ? മേജർ ഗ്ലോബൽ എൻവയോൺമെന്റൽ ത്രെഡ്സ് 6 പോയിന്റ് ആണ് ഞാൻ ഇവിടെ പറഞ്ഞത്. അപ്പോ ആ 6 പോയിന്റ് ഏതൊക്കെയാണെന്നൊന്ന് പറയാമോ? അടുത്ത മേജർ ഗ്ലോബൽ എൻവയോൺമെന്റൽ പോയിന്റ് 7 to 10 സരിതയാണ് പറയുന്നത്. ഓക്കെ, താങ്ക് യു. ഗുഡ് ആഫ്റ്റർനൂൺ മാം ആൻഡ് ഫ്രണ്ട്സ്. ഞാനിത് ചോദിച്ചു മേടിച്ചതാണ് കേട്ടോ. ഞാൻ ഇത് ഒരു സെമിനാർ അവതരിപ്പിക്കാൻ ഞാനിങ്ങനെ ലൈവ് ക്ലാസ്സിൽ കയറാത്ത കാരണം പിന്നെ ഇപ്പോൾ രണ്ടാഴ്ച ഞാൻ ലീവാണ് വർക്കിൽ നിന്ന്, പനിയൊക്കെ ആയ കാരണം. അപ്പം ഞാനിങ്ങനെ സാറിൻ്റെ അടുത്ത് ചോദിക്കുകയും എന്താ അതിലേതെങ്കിലും പോയിന്റ്സ് ആരെങ്കിലും പറയാത്തുണ്ടോ. അപ്പം അങ്ങനെ അവള് തന്നതാണ് ഈ പോയിന്റ്. അപ്പം കുറച്ച് സമയം കൊണ്ട് കണ്ടെത്തിയതാണ്. അപ്പോൾ കറക്റ്റ് ശരിയാണോ എന്ന് അറിയില്ല. ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും കുഴപ്പങ്ങളുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് പറഞ്ഞു തരണം കേട്ടോ. ഓക്കെ. മേജർ ഗ്ലോബൽ റിസോഴ്സ് ഡിഫ്ലക്ഷൻ വിഭവശോഷണത്തെ പറ്റിയിട്ടാണ് എൻ്റെ അടുത്ത് പറയാൻ പറഞ്ഞത്. 3 പോയിന്റ്. ഓഡിയോ ഓണാണെന്ന് കേൾക്കുന്നില്ല? പറയട്ടെ. വിഭവശോഷണം എന്നാല് പ്രകൃതി വിഭവങ്ങള്, അതായത് നമുക്ക് ഒരുപാട് വിഭവങ്ങൾ പ്രകൃതിയിൽ നിന്ന് ഉള്ളതാണ്. അത് ഉള്ളതിനനുസരിച്ച് ഇപ്പൊ നമ്മൾ അനുഭവിക്കുന്നത് അതൊക്കെ അനുഭവിക്കുന്നതിനനുസരിച്ച് അത് നാശാക്കാന്നാണ് പറയേണ്ടത്. ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മളെ പ്രകൃതി ദുരന്തങ്ങൾ സംഭവിക്കുന്നതൊക്കെ അതിന്റെ ഭാഗമായിട്ട് തന്നെയാണെന്നാണ് ഒരുവിധം ഒക്കെ പറയുന്നത്. വിഭവശോഷണം എന്നാല് പ്രകൃതി വിഭവങ്ങൾ, അതായത് ഉൽപ്പാദിപ്പിക്കാൻ പുനരുൽപ്പാദിപ്പിക്കാൻ പറ്റാവുന്നതും അല്ലാത്തതുമായ വിഭവങ്ങൾ അവയുടെ പുനരുജ്ജീവന നിരക്കിനേക്കാൾ വേഗത്തിൽ ഉപയോഗിച്ചില്ലാതാവുന്ന അവസ്ഥയാണ്. അതായത് പ്രകൃതി നമുക്ക് നൽകുന്നതിലും വേഗത്തിൽ നമ്മൾ അത് ഉപയോഗിച്ച് തീർക്കുമ്പോൾ സംഭവിക്കുന്നതാണ് റിസോഴ്സ് ഡിഫ്ലക്ഷൻ. അതിൽ ഒന്ന് ഗ്രൗണ്ട് വാട്ടർ ഡിഫ്ലക്ഷൻ ഓഫ് ഗ്രൗണ്ട് വാട്ടർ, ഭൂഗർഭജല ശേഖരത്തിനെ പറ്റിയിട്ട്. ഭൂഗർഭജല ശേഖരം കുറയുന്നത് അല്ലെങ്കിൽ ഭൂഗർഭജലത്തിന്റെ അളവ് കുറയുന്നത് ജല ശോഷണം എന്ന് അറിയപ്പെടുന്നു. ഇത് പ്രധാനമായും അമിതമായി ജലം ഊറ്റിയെടുക്കുന്നത് മൂലമാണ് സംഭവിക്കുന്നത്. ഇതിന്റെ പ്രധാന കാരണങ്ങൾ എന്ന് പറഞ്ഞാൽ ഒന്നാമതായിട്ട് അമിത ഉപയോഗം തന്നെ. കൃഷി, വ്യവസായം, കുടിവെള്ള ആവശ്യങ്ങൾക്കായിട്ടൊക്കെ അനിയന്ത്രിതമായിട്ട് ഭൂഗർഭജലം ഊറ്റി എടുക്കുന്നതിന് ജലനിരപ്പ് താഴാൻ കാരണമാകുന്നു. മെയിനായിട്ട് എല്ലാ സ്ഥലത്തും കുഴൽക്കിണറുകളല്ലേ. കുട്ടികളെ സൗണ്ട് ഇവിടുന്ന് കേൾക്കണ്ടോ? ഒരു മിനിറ്റ്. അതെ, ഇന്ന് സ്കൂളില്ലാത്ത കാരണേ മക്കളെ ഫ്രണ്ട്സും ഉണ്ട്, അതാണ്. ഇപ്പൊ ഇല്ലല്ലോ. പിന്നെ രണ്ടാമത്തെ പരിസ്ഥിതി നാശം, അതായത് വനനശീകരണം, നഗരവൽക്കരണം തുടങ്ങിയ പദ്ധതികൾ അങ്ങനെ അതൊക്കെ പരിസ്ഥിതി പ്രശ്നങ്ങൾക്ക് കാരണമാവും. അത് ജലസംഭരണ ശേഷിനെ ബാധിക്കും. പിന്നെ കാലാവസ്ഥ വ്യതിയാനം, അതായത് മഴയുടെ അളവിലുണ്ടാകുന്ന കുറവ്, വരൾച്ച എന്നിവയൊക്കെ ഭൂഗർഭ ജലശേഖരത്തിനെ പ്രതികൂലമായിട്ട് ബാധിക്കുന്നുണ്ട്. പിന്നെ ജലമലിനീകരണം, അത് വ്യാവസായിക കാർഷിക മാലിന്യങ്ങൾ ഭൂഗർഭ ജലത്തെ മലിനമാക്കുന്നുണ്ട്. അത് അങ്ങനെ ആ വഴി ഉപയോഗശൂന്യമാവുകയും ചെയ്യുന്നുണ്ട്. പിന്നെ
ഡിഫ്ലക്ഷൻ ഓഫ് ബയോളജിക്കൽ ഡൈവേഴ്സിറ്റി. ജൈവ വൈവിധ്യം എന്ന് പറഞ്ഞാൽ വിവിധ തരത്തിലുള്ള ജീവജാലങ്ങള്, സസ്യങ്ങള്, ജന്തുക്കള്, സൂക്ഷ്മജീവികള് തുടങ്ങിയ അങ്ങനെ ഒരു ആവാസ വ്യവസ്ഥയിലോ ലോകത്തിലുള്ളതിന്റെ അളവ് ആണ്. അത് ഒന്നുകൂടെ പറഞ്ഞാല് പ്രകൃതിയിലെ ജീവജാലങ്ങളുടെ വൈവിധ്യത്തെയാണ് ജൈവ വൈവിധ്യം എന്ന് പറഞ്ഞാൽ സൂചിപ്പിക്കുന്നത്. മനുഷ്യന്റെ വിനാശകരമായ പ്രവർത്തനങ്ങളും വഷളാകുന്ന കാലാവസ്ഥ പ്രതിസന്ധിയും ജീവജാലങ്ങളുടെ വംശനാശത്തിലേക്കും അപകടത്തിലേക്കും നയിക്കുന്നതിലൂടെ ജൈവ വൈവിധ്യത്തിന്റെ നഷ്ടത്തിലേക്ക് നയിക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ ജൈവ വൈവിധ്യത്തിന്റെ നാശത്തിന് പ്രധാനമായും ഉള്ള കാരണങ്ങൾ പറഞ്ഞാല് ആവാസ വ്യവസ്ഥയുടെ നഷ്ടവും വിഘടനവും, പിന്നെ കാലാവസ്ഥാ വ്യതിയാനം, പിന്നെ അമിത വേട്ട, പിന്നെ അമിത മത്സ്യബന്ധനം, അധിനിവേശം, ജീവിവർഗങ്ങൾ, പിന്നെ മലിനീകരണം, അതുപോലെ രോഗങ്ങൾ, അതായത് മനുഷ്യന്റെ പ്രവർത്തനങ്ങൾ മൂലം ഉണ്ടാകുന്ന രോഗങ്ങൾ കൂടുതലായിട്ടും, പിന്നെ ജനിതക മലിനീകരണം, സമുദ്രത്തിലെ അമ്ലീകരണം, ആവാസ വ്യവസ്ഥ ലളിതവൽക്കരണം തുടങ്ങിയവയാണ്. പിന്നെ ഡിഫ്ലക്ഷൻ ഓഫ് ജനറ്റിക് വേരിയബിലിറ്റി, അതായത് ജനിതക വ്യതിയാനം എന്നാൽ ഒരു ജീവവർഗത്തിലെ വ്യക്തികൾ തമ്മിലുള്ള DNA വ്യത്യാസമാണ്. ഇത് പരിണാമത്തിന് കാരണമാകുന്നു. ജീവികളുടെ അതിജീവനത്തിന് അനിവാര്യവുമാണ്. ഇതിന്റെ പ്രധാന കാരണം എന്ന് പറഞ്ഞാല് മ്യൂട്ടേഷൻ, DNA ഉണ്ടാകുന്ന ആകസ്മികമായ മാറ്റങ്ങൾ, ഇത് പുതിയ ജീനുകൾ രൂപീകരിക്കാനും നിലവിലുള്ളതിൽ മറ്റ് മാറ്റങ്ങൾ വരുത്താനും കാരണമാകുന്നു. പിന്നെ ജീൻ ഫ്ലോ, ഒരു ജനസംഖ്യയിൽ നിന്ന് മറ്റൊരു ജനസംഖ്യയിലേക്ക് ഈ ജീനുകൾ നീങ്ങുന്നത്. പിന്നെ റീകോമ്പിനേഷൻ, അതായത് ലൈംഗിക പ്രത്യുൽപാദന സമയത്ത് മാതാപിതാക്കളുടെ ജീനുകൾ കൂടി ചേർന്ന് പുതിയ സംയോജനങ്ങൾ ഉണ്ടാകുന്ന പ്രക്രിയ. പിന്നെ ഡിപ്രഷൻ ഓഫ് ഓഷൻ ബെഡ് റിസോഴ്സസ്, സമുദ്രത്തിന്റെ അടിത്തട്ടിൽ കാണപ്പെടുന്ന വിലയേറിയ വസ്തുക്കളെയാണ് സമുദ്രതീര വിഭവങ്ങൾ എന്ന് പറയുന്നത്. ഇതിൽ ധാതുക്കള്, ഊർജവിഭവങ്ങള്, പിന്നെ മത്സ്യം, മറ്റ് സമുദ്ര ജീവികള് തുടങ്ങിയവയാണ്. അതില് ധാതു വിഭവങ്ങൾ എന്ന് പറഞ്ഞാല് മാംഗനീസ്, നോഡുകളുകള്, പോളിമെറ്റാലിക് സൾഫൈഡുകൾ, കോബാൾട്ട്, അങ്ങനെ സമ്പുഷ്ടമായ പുറന്തോട് എന്നിവ ഉൾപ്പെടുന്നു. പിന്നെ ചെമ്പ്, നിക്കല്, കോബാൾട്ട്, മാംഗനീസ് തുടങ്ങിയ വിലയേറിയ ലോഹങ്ങൾ ഇതിൽ അടങ്ങിയിരിക്കുന്നു. പിന്നെ ഊർജ വിഭവങ്ങൾ എന്ന് പറഞ്ഞാൽ കടലിന്റെ അടിത്തട്ടിലാണ് പെട്രോളിയവും പ്രകൃതിവാതകവും കാണപ്പെടുന്നത്. പിന്നെ ജൈവ വിഭവങ്ങൾ എന്ന് പറഞ്ഞാല് മത്സ്യങ്ങൾ, കക്കകൾ, മറ്റ് സമുദ്രജീവികൾ എന്നിവ വിലപ്പെട്ട ഭക്ഷ്യ സ്രോതസ്സുകളാണ്. പിന്നെ പരിസ്ഥിതി ആഘാതം, ആഴക്കടൽ ഖനനം ദുർബലമായ ആവാസ വ്യവസ്ഥയെ തകരാറിലാക്കുകയും അവശിഷ്ടങ്ങളുടെ തൂവലുകൾ പുറത്തുവിടുകയും സമുദ്രജീവികളെ ദോഷകരമായി ബാധിക്കുകയും ചെയ്യുന്നു. പിന്നെ പുനരുപയോഗിക്കാനാവാത്ത വിഭവങ്ങളുടെ വ്യതിയാനത്തിന്റെ പ്രധാന വശങ്ങൾ, അതായത് പരിമിതമായ സ്വഭാവം, പുതുക്കാനാവാത്ത വിഭവങ്ങൾ പരിമിതമായ അളവിൽ മാത്രമേ നിലനിൽക്കുന്നുള്ളൂ. അവയുടെ ഉപയോഗത്തിന് തുല്യമായ നിരക്കിൽ അവ പുനഃസ്ഥാപിക്കപ്പെടുന്നില്ല. കാലക്രമേണ ഈ വിഭവങ്ങളുടെ വേർതിരിച്ചെടുക്കലും ഉപയോഗവും അവയുടെ ശോഷണത്തിലേക്ക് നയിക്കുന്നു. ഇത് ക്ഷാമത്തിനും വില വർധനവിനും കാരണമാകുന്നു. പുനരുപയോഗിക്കാനാവാത്ത വിഭവങ്ങളുടെ വേർതിരിച്ചെടുക്കൽ, സംസ്കരണം, കത്തിക്കൽ എന്നിവ വായു ജല മലിനീകരണത്തിനും ആവാസ വ്യവസ്ഥയുടെ നാശം, കാലാവസ്ഥാ വ്യതിയാനത്തിനും ഒക്കെ കാരണമാകുന്നു. പിന്നെ ഡിഫ്ലക്ഷൻ ഓഫ് നോൺ റിന്യൂവബിൾ റിസോഴ്സസ്, അതായത് പുനരുപയോഗിക്കാൻ കഴിയാത്ത വിഭവങ്ങൾ എന്നാൽ പ്രകൃതിയിൽ പരിമിതമായ അളവിൽ ലഭ്യമായതും മനുഷ്യന്റെ ഉപയോഗത്തിലൂടെ ക്ഷയിച്ചു പോകുന്നതുമായ വിഭവങ്ങളാണ്. ഇവ വീണ്ടും ഉൽപ്പാദിപ്പിക്കപ്പെടാൻ വളരെ കൂടുതൽ സമയം എടുക്കും.
അത് ഉദാഹരണം കൽക്കരി, പെട്രോളിയം, പ്രകൃതിവാതകം തുടങ്ങിയ ഫോസിൽ ഇന്ധനങ്ങളും ഇരുമ്പ്, ചെമ്പ് തുടങ്ങിയ സ്വർണം തുടങ്ങിയ ധാതുക്കളും ഇതിൽ പെടുന്നു. മനുഷ്യന്റെ അനിയന്ത്രിതമായ ഉപയോഗം ഇവയുടെ അളവ് കുറയ്ക്കുകയും ഇത് പരിസ്ഥിതിക്ക് സാമ്പത്തിക പ്രവർത്തനങ്ങൾക്കും ദോഷകരമായി ആവുകയും ചെയ്യുന്നു. ഇനി 8ാമത്തെ പോയിന്റ് എനർജി ക്രൈസിസ്, ന്യൂക്ലിയർ എനർജി, റേഡിയേഷൻ, സിന്തറ്റിക് ഫ്യൂവൽ. ഊർജ പ്രതിസന്ധി എന്നാൽ ഊർജത്തിന്റെ ലഭ്യതയിൽ വരുന്ന കുറവോ വിതരണത്തിലുണ്ടാകുന്ന തടസ്സങ്ങളോ ആകാം. ഇത് ഒരു രാജ്യത്തിന്റെയോ പ്രദേശത്തിന്റെയോ സാമ്പത്തിക വികസനത്തെ സാരമായി ബാധിക്കും. പ്രകൃതി ദുരന്തങ്ങൾ, രാഷ്ട്രീയ പ്രശ്നങ്ങൾ, വർദ്ധിച്ചു വരുന്ന ഊർജ ആവശ്യം എന്നിവയെല്ലാം ഇതിന് കാരണമാണ്. പിന്നെ ഊർജ പ്രതിസന്ധിയുടെ കുറച്ച് കാരണങ്ങൾ: അതിന്റെ വിതരണത്തിലെ തടസ്സങ്ങൾ, പ്രകൃതി ദുരന്തങ്ങൾ, രാഷ്ട്രീയപരമായ പ്രശ്നങ്ങൾ എന്നിവ മൂലം ഊർജ ഉൽപാദന കേന്ദ്രങ്ങളിലെ വിതരണ ശൃംഖലകളിലൊക്കെ തടസ്സമുണ്ടാവും. പിന്നെ വർദ്ധിച്ചു വരുന്ന ആവശ്യം, അതായത് ജനസംഖ്യ വർധനവ്, വ്യാവസായിക വളർച്ച എന്നിവ കാരണം ഊർജത്തിന്റെ ആവശ്യം വർദ്ധിക്കുകയും അത് ഊർജ പ്രതിസന്ധിയിലേക്ക് മാറുകയും ചെയ്യുന്നു. പിന്നെ കൃത്രിമക്ഷാമം, ഊർജ ഉൽപാദകരോ വിതരണക്കാരോ കൃത്രിമമായി ക്ഷാമം ഉണ്ടാക്കുകയോ വില കൂട്ടുകയോ ചെയ്യാം. പിന്നെ അന്താരാഷ്ട്ര പ്രശ്നങ്ങൾ, എണ്ണ, പ്രകൃതിവാതകം തുടങ്ങിയവ ഊർജ സ്രോതസ്സുകളുടെ ലഭ്യത കുറവ് ആഗോളതലത്തിൽ ഊർജ പ്രതിസന്ധിക്ക് കാരണമാകുന്നു. പിന്നെ ന്യൂക്ലിയർ എനർജി എന്നത് ആറ്റത്തിന്റെ മർമ്മത്തിൽ നിന്നും ഉത്ഭവിക്കുന്ന ഊർജമാണ്. ഇത് പ്രധാനമായും 2 രീതിയിലുണ്ട്: അണുവിഘടനം അഥവാ ന്യൂക്ലിയർ ഫ്യൂഷൻ, സംയോജനം, ന്യൂക്ലിയർ ഫ്യൂഷനും. ഇത് ആറ്റത്തിന്റെ ഇത് ഇവിടുന്നാണോ സൗണ്ട്? അണുവിഘടനം അഥവാ ന്യൂക്ലിയർ ഫിഷൻ വലിയ ആറ്റങ്ങളുടെ കമ്പുകൾ വിഭജിച്ച് ഊർജം പുറത്തുവിടുന്ന പ്രക്രിയയാണ് അണുകേന്ദ്ര വിഘടനം. പിന്നെ അണുകേന്ദ്ര സംയോജനം, ന്യൂക്ലിയർ ഫ്യൂഷൻ. ചെറിയ ആറ്റങ്ങളുടെ കാമ്പുകൾ കൂടിച്ചേർന്ന് വലിയ ആറ്റങ്ങൾ ഉണ്ടാകുമ്പോൾ ഊർജം പുറത്തുവരുന്ന പ്രക്രിയയാണ് ഇത്. പിന്നെ റേഡിയേഷൻ, വികിരണം. അന്തരീക്ഷത്തിലൂടെയോ ദ്രവ്യമാധ്യമങ്ങളിലൂടെയോ തരംഗമായോ കണികയായോ വിടുകയോ പ്രസരിപ്പിക്കുകയോ ചെയ്യുന്നതിനെയാണ് ഭൗതിക ശാസ്ത്രത്തിൽ വികിരണം എന്ന് പറയുന്നത്. ഇത് ഊർജ രൂപത്തിലുള്ള ഒരു പ്രതിഭാസമാണ്. ഇത് ശൂന്യതയിലൂടെ സഞ്ചരിക്കാനും വസ്തുക്കളിലേക്ക് തുളച്ചു കയറാനും കഴിയും. വികിരണത്തെ പ്രധാനമായും 2ആയിട്ട് തിരിക്കാം: അയണൈസിങ് വികിരണം, ഉയർന്ന ഊർജമുള്ള വികിരണമാണ് ഇത് ആറ്റങ്ങളെ അയോണുകളാക്കി മാറ്റുന്നു. ഇത് ശരീരത്തിലെ കോശങ്ങളെ നശിപ്പിക്കാൻ സാധ്യത ഉണ്ട്. പിന്നെ അയണൈസിങ് അല്ലാത്ത വികിരണം, കുറഞ്ഞ ഊർജമുള്ള വികിരണത്തിന് ഇത് അയണൈസേഷൻ ഉണ്ടാകുന്നില്ല. എക്സാമ്പിള് റേഡിയോ തരംഗങ്ങള്, മൈക്രോവേവ്, ഇൻഫ്രാറെഡ് വികിരണം എന്നിവ ഇതിൽ പെടുന്നു. പിന്നെ സിന്തറ്റിക് ഫ്യൂവൽ, സിന്തറ്റിക് ഇന്ധനം അഥവാ സിൻഫ്യൂവൽ എന്നത് കാർബൺ മോണോക്സൈഡിന്റെയും ഹൈഡ്രജന്റെയും മിശ്രിതമായ സിൻഗായിൽ നിന്ന് ലഭിക്കുന്ന ഒരു ദ്രാവക ഇന്ധനമാണ്, അല്ലെങ്കിൽ ചിലപ്പോൾ വാതക ഇന്ധനവുമാണ്. അതിൽ കൽക്കരി അല്ലെങ്കിൽ ബയോമാസ് പോലുള്ള ഖര ഫീഡ് സ്റ്റോക്കുകളുടെ ഗ്യാസിഫിക്കേഷനിൽ നിന്നോ പ്രകൃതിവാതകത്തിന്റെ പരിഷ്കരണത്തിലൂടെയോ സിൻഗാസ് ഉരുത്തിരിഞ്ഞു വരുന്നു. ഇനി 9ാമത്തെ പോയിന്റ് ബയോളജിക്കൽ വെപ്പൺ റിസർച്ച് ആൻഡ് ന്യൂക്ലിയർ ആൻഡ് സ്പേസ്. ഇത് കഴിയാറായോ? നെക്സ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞാൽ മതിയോ? ഇനിയുണ്ട്, കുറച്ചുള്ളൂ, എന്നാലും 29ആയില്ലേ. നെക്സ്റ്റ് ക്ലാസ്സിൽ പറയാം. മിസ് ഞാന് നെക്സ്റ്റ് ക്ലാസ്സിൽ ഉണ്ടാവുക സംശയമാണ്. എൻ്റെ അടുത്ത് തിങ്കളാഴ്ച മുതൽ വർക്കിന് കയറാൻ പറഞ്ഞേക്കുവാ. അപ്പൊ അങ്ങനെ ആവുമ്പോ
ഞാനിപ്പോ 2 ആഴ്ച ലീവായ കാരണമാണ് കേറുന്നത്. അപ്പോ എന്റെ പകരം ഈ പോയിന്റ് വേറെ ആരെങ്കിലും ചെയ്യുവോ? ഞാൻ ഇല്ലെങ്കിൽ ഉണ്ടെങ്കിൽ ഞാൻ തന്നെ ചെയ്യാം. ഓക്കെ, പറഞ്ഞിട്ടുണ്ട് ചെയ്യാന്നാണ്. അപ്പൊ ഓക്കെ, സൈൻ ഓക്കെ, ഔട്ട് താങ്ക് യു. പറഞ്ഞു. ആരെങ്കിലും സൈൻ ഔട്ട്? മാം, ഞങ്ങൾ ഇതൊന്ന് കൺക്ലൂഡ് ചെയ്ത് സൈൻ ഔട്ട് ആക്കട്ടെ അത്. മാം, പി അയ്യപ്പ പണിക്കരുടെ ഒരു പ്രകൃതിയുമായി ബന്ധപ്പെട്ട ഒരു പാട്ട് പാടിക്കൊണ്ട് ഞങ്ങൾ ഈ സെമിനാർ ഇത് സൈൻ ഔട്ട് ചെയ്യാണ്. കാടെവിടെ മക്കളെ, മേടെവിടെ മക്കളെ, കാട്ടുപുൽ തകിടയുടെ വേരെവിടെ മക്കളെ, കാട്ടുപൂഞ്ചോലയുടെ കുളിരെവിടെ മക്കളെ, കാറ്റുകൾ പുലർന്ന പൂങ്കാവെവിടെ മക്കളെ. കുട്ടിക്കരിങ്കുയിൽ കൂവിത്തിമർക്കുന്ന കുട്ടനാടൻ പുഞ്ചയെവിടെന്റെ മക്കളെ, പച്ചപ്പനന്തട്ട പാറിക്കളിക്കുന്ന പ്ലാവുകൾ മാവുകളും എവിടെന്റെ മക്കളെ, പായൽ ചുഴൽ ചുറ്റി ദാഹനീർ തേടാത്ത കായലും തോടുകളും എവിടെന്റെ മക്കളെ, കാടെവിടെ മക്കളെ, മേടെവിടെ മക്കളെ, കാട്ടുപുൽ തകിടിയുടെ വേരെവിടെ മക്കളെ. ഈ ചാപ്റ്ററുമായി ബന്ധപ്പെട്ടിട്ട് ഞങ്ങൾ അവതരിപ്പിച്ച സെമിനാർ എല്ലാവർക്കും വ്യക്തമായിട്ടുണ്ടെന്ന് ഞങ്ങൾ വിശ്വസിക്കുകയാണ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് അടുത്ത ക്ലാസ്സിൽ അത് ക്ലിയർ ചെയ്യാം. ഇങ്ങനെ ഒരു സെമിനാർ ചെയ്യാൻ അവസരം തന്ന മൈൽ റോസ് മാമിന് ഞങ്ങളുടെ MT11 ബാച്ചിന്റെ പേരിൽ തന്നെ ഞാൻ നന്ദി പറയാണ്. താങ്ക് യു മാം, താങ്ക് യു സോ മച്ച്. ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് കാണാം. ഓക്കെ, താങ്ക് യു. താങ്ക് യു.